ഹലോ എവരി വൺ, ദിസ് ഇസ് ബൈസിൽ. വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ എക്സാമിനുകൾക്ക് ഇംഗ്ലീഷ് സെഷനിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഒന്നാണ് ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്. എന്താണ് ക്ലോസ് ടെസ്റ്റ്? സി, ക്ലോസ് ടെസ്റ്റ് എന്ന പേര് ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന ടെസ്റ്റ് എന്നൊന്നുമല്ല അർത്ഥം. നമുക്ക് മറ്റൊരർത്ഥത്തിൽ അതിനെ ഇങ്ങനെ വിളിക്കാം: റാപ്പിഡ് ഫയർ റൗണ്ട്. നമ്മൾ സാധാരണ അത് ഗെയിമിലൊക്കെ കാണാറുള്ളത്, അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ കാണാറുണ്ട്. ക്വിസ് മാസ്റ്റർ വന്നിട്ട് റാപ്പിഡ് ഫയർ പറഞ്ഞ് എന്ന് പറഞ്ഞ് 1 2 3 4 ടെസ്റ്റ് ക്വസ്റ്റ്യൻ, റാപ്പിഡ് ഫയർ റൗണ്ട്. സോ ലൈക്ക് ദാറ്റ് ക്ലോസ് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ പാരഗ്രാഫിൽ തന്നെ ഒരു ചോദ്യം, 2 ചോദ്യം, 3 ചോദ്യം, 4 ചോദ്യം, 5 ചോദ്യം, 6 ചോദ്യം, ചില എക്സാമുകൾക്ക് 5 ചോദ്യം, ചില ചോദ്യങ്ങൾക്ക് 10 ചോദ്യം. എന്താ ഗുണമെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് അവർക്ക് 10 മാർക്ക് ഇങ്ങ് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ഒറ്റയടിക്ക് പങ്കിടാൻ പറ്റും. ഇതാണ് ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, റാപ്പിഡ് ഫയർ റൗണ്ട് പോലെ റാപ്പിഡ് ഫയർ. ഒരു പാസേജിനകത്ത് തന്നെ 1 ഫില്ലർ, 2 ഫില്ലർ, 3 ഫില്ലർ. നമ്മൾ സാധാരണ ഗതിയിൽ എങ്ങനെ കണ്ടുവന്നേക്കുന്നത്, ഒരു സെന്റൻസിനകത്ത് 1 ഫില്ലർ, ഒരു ഡാഷ് ഇട്ടൊരു ക്വസ്റ്റ്യൻ വരും. ഇതങ്ങനല്ല, ഒരു പാരഗ്രാഫ് മൊത്തത്തിൽ എന്തേലും ഒരു പാരഗ്രാഫിനകത്ത് എന്ത് ഡാഷ് ഇട്ട് ഫില്ലേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ആണ് ക്ലോസ് ടെസ്റ്റുകൾ എന്ന് പറയുന്ന പാറ്റേൺ. നമുക്ക് പല രീതിയിൽ ക്ലോസ് ടെസ്റ്റ് വരാറുണ്ട്. ചിലപ്പോൾ ഒരു പാസേജിനകത്ത് ഗ്രാമർ മാത്രമായിട്ട് ക്ലോസ് ടെസ്റ്റ് ചോദിക്കും, ഗ്രാമറിൻ്റെ റൂൾസ് മാത്രം. ചിലപ്പോൾ വൊക്കാബുലറി മാത്രമേ ഉള്ളൂ, ഗ്രാമർ ഒന്നും കാണത്തില്ല. ചില എക്സാംസിൻ്റെ പ്രത്യേകം എന്താ അറിയോ, ഗ്രാമറും കാണും, വൊക്കാബുലറി മിക്സ് ഇട്ട് വെക്കും. എന്താ ഗുണം അവർക്ക്? എക്സാമിൻ്റെ എല്ലാ വൈഡ് റേഞ്ച് സിലബസിലേക്ക് അവർക്ക് പോകാൻ പറ്റും. ഗ്രാമറിൽ നിന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മളുടെ വൊക്കാബുലറിൽ നിന്നും ചോദിക്കും. അപ്പോൾ നമുക്ക് മിക്സഡ് ടൈപ്പ് ചെയ്യാം, ഗ്രാമർ ടൈപ്പ്. ഇത്തവണത്തെ സെഷനിൽ നമ്മൾ ഗ്രാമർ ടൈപ്പ് നോക്കുന്നത്. നമുക്ക് അടുത്ത സെഷനിൽ വൊക്കാബുലറി മാത്രമായിട്ട് ചോദിക്കാം, ഇനി മിക്സഡ് ടൈപ്പിൻ്റെ ഒരു സെഷൻ ചെയ്യാം. ഓക്കെ, നമുക്ക് എല്ലാം കൂടി നോക്കാം. അപ്പോൾ ഗ്രാമറിൻ്റെ ടൈപ്പിൽ ആദ്യം ഞാൻ എന്താണ് അതിലെ ഗ്രാമർ റൂള് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ആൻസേഴ്സ് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഗ്രാമർ റൂൾ കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, വെൽ റെഡിയാണല്ലോ? ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യണം, കാരണം ഞാൻ ഗ്രാമർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, അതായത് ഒരു ക്ലോസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ചില കുട്ടികൾക്ക് ഉണ്ടാകുന്ന തെറ്റ് ആദ്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എവറി സ്റ്റുഡൻറ് ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ഷൻ. ഓപ്ഷൻസിൽ പോയിട്ട് എവറി സ്റ്റുഡൻറ്, ഓക്കെ, ദീസ് ആർ ദ ഓപ്ഷൻസ്. ഈസ് ഉണ്ട്, ആർ ഉണ്ട്, വാസ് ഉണ്ട്, വേറെ ഉണ്ട്. ആൻസർ ഈസ് അല്ലേ, അങ്ങനെ എഴുതിയേക്കാം. ഓക്കെ, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്താലുള്ള കുഴപ്പം, ഗ്രാമറിൽ ചിലപ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ വൊക്കാബുലറിയുടെ ക്ലോസ് ടെസ്റ്റ് ചെയ്യുമ്പം, അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന ക്ലോസ് ടെസ്റ്റ് ചെയ്യുമ്പം ഗ്രാമറിലും വരും. നമുക്ക് ഈ ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസേജ് മൊത്തത്തിൽ വായിച്ചു നോക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഫില്ലറിനെ മാത്രമായി അടർത്തി എടുത്തുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റില്ല. ഈ സാധനത്തിനെ മാത്രമായിട്ട് അടർത്തി എടുത്തുകൊണ്ട് നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ പാസേജ് വായിച്ചു നോക്കുക. അതായത് ഇപ്പോൾ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട പാസേജിലെ മോഡ്സിലൊക്കെ വരുമ്പം നമുക്കവിടെ ടോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചില ഓതേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ടോൺസിൽ ആയിരിക്കും പാസേജ് ഇടുന്നത്. ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും, ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടായിരിക്കും അവർ ഇടുന്നത്. ഒപ്റ്റിമിസ്റ്റിക് മീൻസ് വാട്ട്? ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ആയിരിക്കും. അപ്പം നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും അവിടെ ഉപയോഗിക്കേണ്ടത്. എന്നാൽ ചില ഓതേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പെസിമിസ്റ്റിക് ആയിരിക്കും, ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും. തന്നിരിക്കുന്നതിനകത്ത് നെഗറ്റീവ് വേർഡ്സ് ആണ് എഴുതുന്നത്. ഇതെങ്ങനെ മനസ്സിലാവും? ഒരു സെന്റൻസ് മാത്രമായിട്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ല, അല്ലെങ്കിൽ ഒരു കണക്ഷൻ, ഗ്രാമറിന്റെ കണക്ഷൻസ് നമുക്ക് ഒരു സെന്റൻസ് മാത്രമായിട്ട് വായിച്ചു നമുക്ക് 7ാമത്തെ സാധനം എഴുതണമെങ്കിൽ ചിലപ്പം 1ാമത്തേൽ എന്താണെന്ന് മനസ്സിലാവണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പാസേജ് മൊത്തം വായിച്ചു നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്ഷനിലേക്കും ഓരോന്നും സെപ്പറേറ്റുമായിട്ടും പോകുക. അപ്പോൾ ആദ്യത്തെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ക്ലോസ് ടെസ്റ്റുള്ള പാസേജ് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്? ആദ്യം നിങ്ങളത് മൊത്തം വായിച്ചു നോക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. നമുക്കൊന്ന് നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 1 to 10 വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. ഇങ്ങനെയായിരിക്കും ക്ലോസ് ടെസ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ ക്ലോസ് ടെസ്റ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ രീതി ഞാൻ പറഞ്ഞു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. എവറി സ്റ്റുഡൻറ് ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ഷൻസ് ഇഫ് എ സ്റ്റുഡൻറ് ഡസ് നോട്ട് ഫോളോ ദ റൂൾസ് he dash face difficulties in future. Discipline not only helps dash studies but also in daily life. It teaches us dash respect time and others. A student who is disciplined always complete his work. Dash time, such students are confident dash they know their duties well. Discipline is dash important quality that should be developed and early age. Without discipline, success dash difficult to achieve.
Therefore, every student should try to make discipline a part of dash life. ഒന്നും മനസ്സിലായി കാണത്തില്ല, എന്നാലും എന്തെങ്കിലും മനസ്സിലായി കാണുമല്ലോ. എന്താ മനസ്സിലായി? അതായത് ഡിസിപ്ലിനും ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് അവരുപയോഗിച്ചിരിക്കുന്ന ജനറൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവിടെ ഉള്ളത്. ഡിസിപ്ലിനുമായി ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവിടെ നമ്മൾ കണ്ടുവളരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം എന്താണ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് എന്നുള്ളത്. നമുക്ക് നോക്കിയാലോ. ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി ഓപ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ കോൺസെപ്റ്റ് എന്താണ്? ആദ്യം പാസേജ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക. എന്താണ് പാസേജിന് നമ്മളോട് പറയാനുള്ളത് എന്നുള്ള കാര്യം. ആദ്യം നമ്മൾ പാസേജ് കൃത്യമായി വായിച്ചു നോക്കി. എവ്രി സ്റ്റുഡൻറ് ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ഷൻ. ഓക്കെ, നമുക്ക് ഓപ്ഷനുകളെ ഒന്ന് നോക്കാം. ഓപ്ഷനുകൾ ഏതൊക്കെയാണ്? ആറുണ്ട്, ഈസ് ഉണ്ട്, വേർ ഉണ്ട്, ബി ഉണ്ട്. സി, ഇവിടെ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞുതരാം, എന്നിട്ട് അതിലെ ഗ്രാമർ എന്താണ് എന്ന് പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ അതിലെ ഷോർട്ട് കട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. 3 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ എൻ്റെ ആൻസർ എഴുതാൻ പോവാണ്. എവ്രി സ്റ്റുഡൻറ് ഈസ് റെസ്പോൺസിബിൾ. എവ്രി സ്റ്റുഡൻറ് ഈസ് റെസ്പോൺസിബിൾ. ഓക്കെ, ഫസ്റ്റ് കോൺസെപ്റ്റ് ഉത്തരം ഞാൻ എഴുതി. ഇനി ഉത്തരം എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്? 2 ഞാനുണ്ട്. ഞാൻ ഉത്തരം കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയോ? ഇതിലെ ഗ്രാമറിൻ്റെ റൂൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അതുകൊണ്ട് എനിക്ക് ഉത്തരം കിട്ടി. ഞാൻ ഗ്രാമർ എനിക്ക് കിട്ടിയില്ല, പക്ഷേ എനിക്ക് ഓപ്ഷൻസിൽ നിന്ന് ട്രിക്ക് കളിക്കാൻ അറിയാം. ഏതാളാണ് വേണ്ടത് നിങ്ങൾക്ക്? ഞാൻ ആദ്യത്തെ ആളെ പറഞ്ഞുതരാം. കൺവെൻഷണൽ മെത്തേഡ് ഗ്രാമർ പഠിക്കുന്ന കുട്ടി. ഓക്കെ, ഗ്രാമർ പഠിക്കുന്ന ഞാൻ. അതായത് ഗ്രാമർ പഠിക്കുന്ന ഒരാളുടെ റൂള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവറി സ്റ്റുഡൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. എവറി സ്റ്റുഡൻറ്, എവറി ബോയ്, എവറി ഗേൾ ഇൻ ദ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താ? എല്ലാ പെമ്പിള്ളാരും എല്ലാ ചെക്കന്മാരും എല്ലാ സ്റ്റുഡൻസും എന്നൊക്കെ ആണെങ്കിലും എവറി കണ്ടാൽ നിങ്ങൾ അപ്പോൾ ഓർത്തോണം, this is a singular subject. Every is a singular subject, so we have to use a singular verb. Every എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. നമ്മൾ അതുകൊണ്ട് ഉപയോഗിക്കുന്ന വെർബ് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള ഒരു വെർബായിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഇനി തെറ്റില്ലല്ലോ. അപ്പോൾ എവറി എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് വെർബ് നമ്മൾ സിംഗുലർ ആയിട്ടായിരിക്കും അവിടുത്തെ വെർബ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എവറി സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ഈസാണ്. ഇത് ഗ്രാമർ പഠിക്കുന്ന ഞാൻ ആണല്ലോ. ഇനി ഗ്രാമർ അറിയാത്ത തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് എളുപ്പത്തിൽ ആൻസർ എഴുതാൻ പറ്റുന്ന ഞാൻ. ആദ്യത്തെ ഓപ്ഷൻ ഞാൻ നോക്കി, 6. ഓക്കെ, ഗ്രാമർ അറിയത്തില്ല എനിക്ക്. 6 ഈസ്, വേർ, ബി. ബി എന്തായാലും ഇവിടെ വരത്തില്ല എന്ന് എനിക്കറിയാം. അത് ഗ്രാമർ അറിയാവുന്നതുകൊണ്ടല്ല. ഞാൻ അവിടെ കണ്ടു ബി എന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്. എങ്ങനെ ബി ഒറ്റയ്ക്ക് നിൽക്കത്തില്ല? വിൽ ബി, ഷുഡ് ബി എന്നൊക്കെ നമ്മൾ ക്യാൻ ബി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബി ഒറ്റയ്ക്ക് നിൽക്കത്തില്ല. അപ്പോൾ ബി എന്തായാലും ഒറ്റയ്ക്ക്. കാരണം ബി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാനൊന്നും പറ്റില്ല. പിള്ളേരുടെ കൂടെ അമ്മയ്ക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ സംഭവം ഞാൻ വെട്ടിക്കളഞ്ഞു. ബി എന്തായാലും വരത്തില്ല, പൊട്ടത്തെറ്റി. വീണ്ടും എനിക്ക് വിഷയം ഗ്രാമർ അറിയാത്ത എനിക്ക് 6 ഉണ്ട്, വേറും ഉണ്ട്, ഈസും ഉണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, 6 വേറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ ആണ്. പ്ലൂറൽ ആയിട്ടുള്ള 2 വെർബുകൾ. പ്ലൂറൽ ആയിട്ടുള്ള 2 വെർബുകൾ, സിംഗുലർ ആയിട്ടുള്ള ഒരു വെർബ്. കണ്ടോ? ഈസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, 6 എന്ന് പറഞ്ഞാൽ പ്ലൂറൽ, വേർ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ. ദേ വേർ പ്ലേയിങ്. ഓക്കെ, സെറ്റ്. ദേ ആർ പ്ലേയിങ്, അതും സെറ്റ്. ഒന്നിൻ്റെ അർത്ഥം അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റേത് അവർ കളിക്കുകയാണ്. ഓക്കെ, ഡൺ. ദേ ഈസ് പ്ലേയിങ് ഡസൻ വർക്ക്. ഹീ ഈസ് പ്ലേയിങ്, സെറ്റാണ്. അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിന് ഹീ വാസ് പ്ലേയിങ് ആണ്, പക്ഷെ അത് ഓപ്ഷനിലില്ല. അപ്പോൾ എനിക്ക് ഒരൊറ്റ കാര്യം മനസ്സിലായി, 2 ഓപ്ഷൻസ് എന്തായാലും ആൻസർ കിട്ടത്തില്ല. ഒരെണ്ണല്ലേ ആൻസറിൽ എഴുതാൻ പറ്റൂ. ഇപ്പോൾ ഇവിടെ 2 പ്ലൂറലായ 2 വാക്കുകളും അവിടെ വേണമെങ്കിൽ വർക്ക് ചെയ്യാം എഴുതുന്നു. അപ്പോൾ അത് വർക്ക് ചെയ്യാത്ത എന്താ? 2 ഓപ്ഷൻസ് എന്തായാലും ആൻസർ വരില്ല. അതായത് നമ്മുടെ പ്ലൂറലൊന്നും ആൻസർ ആയിട്ട് വരില്ല. അതുകൊണ്ടാണ് അവർ ഓപ്ഷൻസിൽ 2 എണ്ണം കിട്ടിയേക്കുന്നത്. അതായത് വെട്ടിക്കളഞ്ഞു. ആൻസർ സിംഗുലർ ആയിട്ട് വരുന്ന ഒരാളായിരിക്കും. സോ ദ ആൻസർ ഈസ് ഈസ്. കണ്ടോ? ആദ്യത്തത് എൻ്റെത് കൺവെൻഷണൽ ഗ്രാമർ പഠിച്ച മെത്തേഡ്. രണ്ടാമത്തത് മോക്ക് ടെസ്റ്റ് ചെയ്ത പരിചയമുള്ള ഞാൻ. അതായത് സെൻറ്റൻസുകൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ബാക്കിയുള്ള ഓപ്ഷൻസുകളെല്ലാം എലിമിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നറിയുന്ന ഞാൻ. ഏത് സ്ട്രാറ്റജിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മൾ കുറേ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് പഠിച്ച് ശീലമായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ പാറ്റേൺ എന്താണ്. അതായത് ഈ പറയുന്ന ഓപ്ഷൻസുകളിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാം. ഇത് ഒരു കാരണവശാലും അവിടെ ആൻസർ ആയിട്ട് വരില്ല എന്ന് നമ്മൾ പഠിക്കുന്ന പാറ്റേൺ ആണ് എലിമിനേഷൻ ടെക്നോളജി എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ ഈ ഫോളോ ചെയ്യുന്നത്. ഡീലാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നമ്മളുടെ ചോദ്യ പാറ്റേൺ, എവറി സ്റ്റുഡൻറ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ഷൻ. പിന്നെ നമ്മൾ ആൻസർ കിട്ടിയതും വെച്ചിട്ടാണ് വായിച്ചു പോകുന്നത്. കാരണം എന്താ? എന്നാലും നമുക്ക് അടുത്ത പാറ്റേൺ കിട്ടുള്ളൂ. ഡീലാണ്. എവറി സ്റ്റുഡൻറ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ഷൻ. ഇഫ് എ സ്റ്റുഡൻറ് ഡസ് നോട്ട് ഫോളോ ദ റൂൾ ഹി ഡാഷ് ഫേസ് ഡിഫിക്കൽട്ടീസ് ഇൻ ഫ്യൂച്ചർ.
If a person, the student does not follow the rules, he dash face difficulties in future. See, if clause ആണെന്ന് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. if clause, see സാധനം if കണ്ടു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കിക്കോണം അത് if clause എന്ന് പറഞ്ഞ കച്ചവടമാണ്. if clauseന്റെ അവിടെ ഞാൻ നോക്കി സ്റ്റുഡന്റിന്റെ കൂടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്, does not എന്നാണ് ഉപയോഗിച്ചത്. does എന്ന് പറഞ്ഞാൽ വെർബിന്റെ ആദ്യത്തെ ഫോമാണ്. വെർബിന്റെ ആദ്യത്തെ ഫോം വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഇഫ് ക്ലോസിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വില്ലായിരിക്കും എന്നുള്ളത്. കാരണം ഇഫ് ക്ലോസിന്റെ ക്ലാസ്സിൽ ഞാൻ ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. വെർബിന്റെ ആദ്യത്തെ ഫോമിൽ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നാൽ ഉത്തരം വില്ലായിരിക്കും. ഓർമ്മയുണ്ടോ? വെർബിന്റെ രണ്ടാമത്തെ ഫോമിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഉത്തരം വുഡായിരിക്കും. ഞാൻ പഠിച്ചിട്ടുണ്ട്, വുഡായിരിക്കും. ഹാഡ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോമിലാണ് ചോദ്യം വരുന്നതെങ്കിൽ ആൻസർ വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും. ഇത് പല രീതിയിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ വെർബിന്റെ ആദ്യത്തെ ഫോം ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ വില്ലായിരിക്കും ഉത്തരം. വെർബിന്റെ രണ്ടാമത്തെ ഫോം ചോദ്യത്തിൽ വന്നാൽ വുഡ് ആയിരിക്കും ഉത്തരം. ഹാഡ് കഴിഞ്ഞ് വെർബിന്റെ മൂന്നാമത്തെ ഫോം ചോദ്യത്തിൽ വന്നാൽ വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും ആൻസർ. അതായത് ഇവിടെ ആൻസർ വില്ലാണ്. കാരണം ചോദ്യം വെർബിന്റെ ആദ്യത്തെ ഫോമാണ്. ഡസ്, ഡു എന്നൊക്കെ പറയുന്ന വെർബിന്റെ ആദ്യത്തെ ഫോമാണ്. ഡിഡ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. ഹാഡ് പ്ലസ് V3 വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. അപ്പൊ എവറി സ്റ്റുഡന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ഷൻസ്. ഇഫ് a student does not follow the rules, he will face difficulties in future. Set. Discipline not only helps dash studies but also in daily life. Set. Options നോക്കാം. ഓപ്ഷൻസിൽ in studies, on studies, at studies, for studies കാണുമ്പോൾ തന്നെ നമുക്കറിയാം പഠിത്തം എന്ന് പറയാൻ ഫോർ കിട്ടത്തില്ല, അറ്റ് കിട്ടത്തില്ല, ഓൺ കിട്ടത്തില്ല. ഉത്തരം ഇന്നാണ്. ഇൻ സ്റ്റഡീസ്. സെറ്റാണ്. സ്റ്റഡീസിൻ്റെ കൂടെ എപ്പോഴും ഇന്നേ വരത്തുള്ളൂ. ഇൻ സ്റ്റഡീസ് എന്നുള്ളതേ പറയാം. പഠിത്തത്തിൽ എന്നുള്ള പാറ്റേൺ നമുക്ക് ഇന്നേ കിട്ടത്തുള്ളൂ. ഒരു ഷോർട്ട് കട്ട് കൂടി പറഞ്ഞുതരാം, കേട്ടോണം. ഒരു ഷോർട്ട് കട്ട് കൂടി. സത്യത്തിൽ ഷോർട്ട് കട്ട് എന്നുള്ളത് ഗ്രാമർ റൂളാണ്. പക്ഷെ നമുക്കത് ഷോർട്ട് കട്ട് ഞാൻ എളുപ്പത്തിൽ കാണിച്ചു തരാം. എന്താണ് ഷോർട്ട് കട്ട്? ഒരു സാധനം പഠിപ്പിക്കുന്നത് ഇതേ ചോദ്യം തന്നെ വരുമ്പോൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല. എന്തിനാ? നിങ്ങൾക്ക് എവിടെയും ആപ്ലിക്കബിൾ ആണ്. ഈ ഷോർട്ട് കട്ടുകൾ എവിടെയും ആപ്ലിക്കബിൾ ആണ്. ഞാൻ വേണേൽ കാണിച്ചു തരാം. നോക്കിക്കോണം എന്താ ഷോർട്ട് കട്ട് എന്നുള്ളത്. ഇത് കോറിലേറ്റീവ് കൺജങ്ഷനുമായി ബന്ധപ്പെട്ട ഒരു കച്ചവടമാണ്. ഈ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കോറിലേറ്റീവ് കൺജങ്ഷനുമായി ബന്ധപ്പെട്ടാണ്. നോക്കിക്കോ. നോട്ട് ഓൺലി, കണ്ടോ, ബട്ട് ഓൾസോ. ഇതാണ് കോറിലേറ്റീവ് കൺജങ്ഷൻ. നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഐദർ ഓർ, നൈദർ നോർ, ഇതൊക്കെ കോറിലേറ്റീവ് കൺജങ്ഷൻസ് ആണ്. റിലേഷൻസ് ഉണ്ടായിരിക്കും. അതായത് നോട്ട് ഓൺലിയുടെ കൂടെ എന്താണോ നമ്മൾ എഴുതിയിരിക്കുന്നത്, എന്ത് വെർബാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അത് തന്നെ ആയിരിക്കും ബട്ട് ഓൾസോയുടെ കൂടെ. ഐദറിന്റെ കൂടെ എന്ത് പ്രിപ്പോസിഷൻ ആണോ അത് തന്നെ ആയിരിക്കും അവിടെ ഉപയോഗിക്കേണ്ടത്. നൈദറിന്റെ കൂടെ ഐദറിന്റെ കൂടെ ഓർ, നൈദറിന്റെ കൂടെ നോറ്, നോ സൂണറിന്റെ കൂടെ ദാൻ. ഈ ചേട്ടന്മാരെ ഞാൻ കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവരെ എല്ലാവർക്കും കണക്ട് ചെയ്തു പോകും. അതായത് ഇവിടെ നോക്കിയേ നിങ്ങൾ, ഇൻ ഡെയിലി ലൈഫ് എന്നുള്ള കാര്യമുണ്ട്. ബട്ട് ഓൾസോ ഇൻ ഡെയിലി ലൈഫ്. കണ്ട, ഇന്ന് ഇവിടെ ഉണ്ട്, അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടി. ഇവിടെ ഇന്നാണ്. ട്രിക്ക് കിട്ടിയോ? നോട്ട് ഓൺലിയുടെ കൂടെ എന്താണോ അത് തന്നെയാണ് ബട്ട് ഓൾസോയുടെ കൂടെ. ഇവിടെ ബട്ട് ഓൾസോ നമുക്ക് ഓൾറെഡി അവർ എഴുതി തന്നിട്ടുണ്ട്. നോട്ട് ഓൺലി ഡാഷ് ഇട്ട് വെച്ച് കണ്ണു അടച്ച് നമുക്ക് ഓപ്ഷൻ കാണാതെ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതാണ് കളി. ഓപ്ഷൻ്റെ ആവശ്യവും ഗ്രാമറിൻ്റെ ആവശ്യമില്ല. ഈ കോറിലേറ്റീവ് കൺജങ്ഷൻസിൻ്റെ ഷോർട്ട് കട്ട്സ് പഠിച്ചു വെച്ചാൽ മതി. സെറ്റാണ്. അടുത്ത നോക്കിക്കോ. അടുത്തതാ, it teaches us dash respect time and others. It teaches us dash respect ആണ്. നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. നാലാമത്തെ ഓപ്ഷൻ, how to, for, of. See, വെർബിന്റെ മുമ്പ് നമ്മൾ എന്തായിരിക്കും വരുന്നത്? ഹൗ എന്നൊക്കെ എഴുതും. ഇറ്റ് ടീച്ചേഴ്സ് അസ് ഹൗ റെസ്പെക്റ്റോ. എന്തുവാ ഹൗ റെസ്പെക്റ്റ്? ഹൗ കഴിഞ്ഞാൽ പിന്നെ ഓക്സിലറി വെർബ് ഉണ്ടായിരുന്ന രസം ഉണ്ടായിരുന്നു. ഇറ്റ് ടീച്ചേഴ്സ് അസ് ടു റെസ്പെക്ട്. ഫോർ റെസ്പെക്ട് കിട്ടില്ല. പ്രിപ്പോസിഷൻ ലേക്ക് നമ്മൾ 2+ വെർബ് ഫോം എന്ന് പറയുന്ന പാറ്റേൺ ഉണ്ട്. പ്രിപ്പോസിഷന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് 2+ വെർബ് ഫോം. 2 കഴിഞ്ഞാൽ വെർബിന്റെ ബേസ്. ഇംഗ്ലീഷിൽ 2 കഴിഞ്ഞാൽ വെർബിന്റെ ബേസ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. സോ 2+ വെർബ് ഫോം എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. 2 കഴിഞ്ഞ വെർബിന്റെ ബേസ് ഫോം ആണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ടു റെസ്പെക്ട് ടൈം ആൻഡ് അതേഴ്സ് എന്നുള്ള കിട്ടി. എ സ്റ്റുഡന്റ് ഹൂ ഈസ് ഡിസിപ്ലിൻഡ് always complete his work dash time. See, disciplined ആയിട്ടുള്ള ഒരു കുട്ടി എല്ലായ്പ്പോഴും അവന്റെ ജോലി എപ്പോൾ തീർക്കും എന്നുള്ളതാണ്. കംപ്ലീറ്റ് ഹിസ് വർക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ ആണ്. അഞ്ചാമത്തെ ഓപ്ഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അറ്റ് ടൈം, നോ.
ഓൺ ടൈം, ഇൻ ടൈം, ബൈ ടൈം. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും ഈ ഓൺ ടൈമും ഇൻ ടൈമും എന്താണ്. ഓൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൺ ടൈം, അവൻ എപ്പോൾ ക്ലാസ്സിൽ ഓൺ ടൈം ആണ്. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യമായി സമയത്ത് വരുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ, വിളിക്കുന്ന പേരല്ല. അപ്പം നമ്മൾ പറയും അവൻ എപ്പോഴും ഓൺ ടൈം ആണെന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴും കൃത്യമായി പഞ്ച്വലായിട്ട് വരുന്ന ആളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ പഞ്ച്വലായിട്ട് നമ്മൾ വരുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓൺ ടൈം എന്ന് പറയുന്ന പാറ്റേൺ. അപ്പോൾ ഇത് ഇവിടെ കിട്ടിയോ? Every student is responsible for his actions. If a student does not follow the rules, he will face difficulties in future. Discipline not only helps in studies, in daily life, but also in daily life. It teaches us to respect form and time others. A student who is disciplined always completes his work on time. Such students are confident dash they know their duties well. കണ്ടോ, they know their duties well. നമുക്ക് ആറാമത്തെ എന്താ ഓപ്ഷൻസ് ഒന്ന്. ബട്ട്, ബിക്കോസ്, ഓൾദോ, ഇഫ് എല്ലാം കണക്റ്റീവ് ആണ് വന്നിരിക്കുന്നത് ആണല്ലോ. ബട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സച്ച് സ്റ്റുഡൻസ് ആർ കോൺഫിഡൻറ്റ്. ബട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റീവ് കൺജങ്ഷൻ ആണ്, കോൺട്രാസ്റ്റിംഗ് കൺജങ്ഷൻ ആണ്. കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണഗതി പെൺകൊച്ചുങ്ങളൊക്കെ ഷാൾ എടുക്കുമ്പോൾ ഈ ടോപ്പിന് നേരെ കോൺട്രാസ്റ്റ് ആയിട്ട് എടുക്കും. അതായത് സെയിം കളറാണോ അല്ല, ഓപ്പോസിറ്റ് കളറായിട്ട് എടുക്കും. ഇതാണ് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള. ഞാൻ സെയിം കളർ പാൻറ്റും ഷർട്ടുമാണ് ഇട്ടേക്കുന്നത്, അല്ല കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ആയിരിക്കും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് കോൺട്രാസ്റ്റിംഗ്. ഈ കോൺട്രാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജങ്ഷൻ്റെ പ്രത്യേകത ഇത്രയും നേരം എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് നേർ വിപരീതമായ ഒരു കാര്യമായിരിക്കും പറയുന്നത്. ഇതിനെയാണ് കോൺട്രാസ്റ്റിംഗ് കൺജങ്ഷൻസ് എന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾക്കിത് പാസേജ് വായിക്കുമ്പോൾ ഈ പറയുന്ന ക്ലോസ് ടെസ്റ്റുകൾക്ക്, പാരാജമ്പിൾസിന് എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് ഇത്രയും നേരം നമ്മൾ പോസിറ്റീവായ ഒരു കാര്യമാണ് പറയുന്നത് എങ്കിൽ അടുത്തത് എന്ന് പറയുന്നത് നെഗറ്റീവായ കാര്യമായിരിക്കും. ഇത്രയും നേരം നെഗറ്റീവായ കാര്യമാണ് പറയുന്നതെങ്കിൽ അടുത്തത് എന്ന് പറയുന്നത് പോസിറ്റീവായ കാര്യമായിരിക്കും. എന്നാൽ ഇവിടെ അത് വല്ലതും ഉണ്ടോ? ഇവിടെ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെ പറയുന്നത് സച്ച് സ്റ്റുഡൻസ് ആർ കോൺഫിഡൻസ് ആണ്. എന്തുകൊണ്ട്? ദേ നോ ദെയർ ഡ്യൂട്ടീസ് വെൽ. കാരണം അവരുടെ ജോലി എന്താണെന്ന് അവർക്കറിയാം. എന്തുകൊണ്ട് എന്ന് പറയുന്ന സാധനമായിരിക്കും കിട്ടുന്നത് ആണല്ലോ. അതായത് ബട്ട് നമുക്ക് കൂട്ടത്തില്ല, ഓൾദോ എന്നിരുന്നാലും ഇല്ല, ഇഫ് എങ്കിൽ ഒരു സാധനവും സെറ്റ് ആവില്ല. അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബിക്കോസ് ആണ്. സി, ബിക്കോസ് ഈസ് ദ റൈറ്റ് വൺ, ബട്ട് ഓൾദോ ഇഫ് ഡസൻറ്റ് കണക്ട് ദെയർ. അവിടെ ഒരു രീതിയിലും കണക്ട് ചെയ്യാത്ത പാറ്റേൺ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന പാറ്റേണിനകത്ത് ഈ സാധനം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് ഏഴാമത്തെ ഫില്ലറിലേക്ക് പോകാം. എന്താ പാറ്റേൺ എന്നുള്ളത്? ഡിസിപ്ലിൻ ഈസ് dash important quality that should be developed dash early age. Discipline is dash important quality. കണ്ടോ, ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ആണ്. ഓപ്ഷനിൽ എന്തൊക്കെയാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻസിന് ക്ലാസ്സസിലെ ഓപ്ഷൻസിന് നന്നായി ഡിപ്പെൻഡ് ചെയ്യാം. എ ആൻഡ് ദ നോ ആർട്ടിക്കിൾ. എനിക്ക് മനസ്സിലായി ഈ കളി മറ്റേ ഗ്രാമറിലെ ആർട്ടിക്കിളിൽ നിന്ന് ചോദിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ആദ്യം ഓരോന്നൊക്കെ ആയിട്ട് എടുത്ത് നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി എന്ന് പറയാൻ അതിനെക്കുറിച്ച് എടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. ഡിസിപ്ലിൻ ഒരു, ഇതിൻ്റെ മലയാളം എന്താ? ഡിസിപ്ലിൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്. ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഓപ്ഷൻ എനിക്കും കട്ട് ചെയ്യാൻ പറ്റും. ദാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം എടുത്ത് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നോ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ അവിടെ നമ്മളുടെ കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നൗണിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഈ പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കും. അപ്പോൾ നോ ആർട്ടിക്കിൾ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു. ഒരു കാരണം നമ്മൾ മലയാളത്തിൽ പറഞ്ഞു നോക്കി ഒരു എന്ന് പറയും. ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്നതാണ് ഒരു എന്ന് പറയുന്നത്. ഇനി അവിടെ എ ഉപയോഗിക്കുമോ ആൻ ഉപയോഗിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായി. നമ്മൾ എ ആണോ ഉപയോഗിക്കേണ്ടത് ആൻ ആണോ ഉപയോഗിക്കേണ്ടത്? അങ്ങനെ നമുക്കൊരു കൺഫ്യൂസ് സ്റ്റേറ്റ്. എ ഉപയോഗിക്കണമോ ആൻ ഉപയോഗിക്കണമോ എന്നുള്ളൊരു കൺഫ്യൂസ് സ്റ്റേറ്റ്. ഇതിന് ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ആണല്ലോ. നമുക്കവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കിട്ടേണ്ടത്. ഇമ്പോർട്ടൻറ്റിൻ്റെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു തന്നേക്കുന്നത്? നമുക്കൊരു വേർഡ് കൺഫ്യൂസ്ഡ് ആക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിനെ ഒന്ന് മലയാളത്തിൽ എഴുതി നോക്കുക എന്നുള്ളതാണ് നമ്മളവിടെ പാറ്റേൺ ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ എഴുതി നോക്കുമ്പോൾ നമ്മൾ എഴുതുന്ന പാറ്റേൺ ആണ് ഈ ആണല്ലോ. ഈ ആണ് മലയാളത്തിൽ എഴുതുന്നത്. പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ. ആ മുതൽ അമ്മ വരെയുള്ള അക്ഷരങ്ങൾ ആ ആ ഈ ഊ എന്നീ പറയുന്ന അക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്നാണെങ്കിൽ കണ്ണുമടച്ച ആൻസർ എഴുതിക്കോളൂ. ആൻസർ എന്ന് പറയുന്നത് ആൻ ആയിരിക്കും. ഇനി കായികമായ ആരാലാവാശ എന്നൊക്കെ പറയുന്ന അക്ഷരങ്ങളാണെങ്കിൽ കണ്ണുമടച്ച ആൻസർ എഴുതിക്കോളൂ എ ആയിരിക്കും.
ആൻസർ എന്ന് പറയുന്നത്. അപ്പം എ ആയിരിക്കും അവിടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇവിടെ എ വരുമോ? ഇവിടെ വരത്തില്ല എ, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇ ആണ്. ഇ എന്ന് പറഞ്ഞാൽ കണ്ണു അടച്ച് ആൻസർ എഴുതാം. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും നോക്കേണ്ട കാര്യമില്ല. ആൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കിട്ടും. സെറ്റാണ്. ആൻ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന പാറ്റേൺ നമുക്ക് കിട്ടി. അപ്പോൾ ആൻ ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് അവിടെ കിട്ടി. അപ്പോൾ ഡിസിപ്ലിൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി. ഡിസിപ്ലിൻ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി എന്ന് പറയുമോ? ഇല്ല. ഡിസിപ്ലിൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ദാറ്റ് ഷുഡ് ബി ഡെവലപ്ഡ് എന്ന് പറയുന്ന പാറ്റേൺ കിട്ടി. ആണ് ദാറ്റ് ഷുഡ് ബി ഡെവലപ്ഡ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് അവിടെ കിട്ടി. ഇനി എന്ത് കിട്ടിയേക്കുന്നത്? ഡെവലപ്ഡ് ഡാഷ് ആൻഡ് ഏർലി ഏജ്. നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കാം. സി ഫോർ, ഫ്രം, അറ്റ്, ബൈ. അപ്പം നമുക്ക് ഒരു കൃത്യമായ സമയമല്ലേ പറയുന്നത്? ആണല്ലോ, കൃത്യമായ സമയമാണ് പറഞ്ഞേക്കുന്നത്. പ്രിപ്പോസിഷൻ ഓഫ് ടൈമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അവിടെ വന്നിരിക്കുന്നത്. ഡെവലപ്ഡ് ഡാഷ് ഏർലി ഏജ്, കൃത്യസമയമാണ്. ഏർലി ഏജിലെ ഈ പരിപാടി തുടങ്ങണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള സാധനമാണ്. സ്പെസിഫിക് ആയിട്ട് പോയിന്റഡ് ആയിട്ട് കൃത്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഫിക്സഡ് പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പ്രിപ്പോസിഷനിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഇതിൽ ഏറ്റവും വലുത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്നിൽ നടുക്ക് വരുന്നത് ഓണ്. ഫിക്സഡ് ആയിട്ട് പോയിന്റഡ് ആയിട്ട് സ്പെസിഫിക് അല്ലതാ അറ്റത്ത് കിടക്കുന്നതാണ്. അറ്റത്ത് കിടക്കുന്നതിന് നമ്മൾ അറ്റ് എന്ന് പറയുന്ന പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത്. ആണല്ലോ. സോ അറ്റ് ആൻ ഏർലി ഏജ് എന്ന് പറയുന്ന പാറ്റേൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അറ്റ് ആൻ ഏർലി ഏജ്, ഇതിലാണ് ഡെവലപ്ഡ് അറ്റ് ആൻ ഏർലി ഏജ് എന്ന് പറയുന്നത്. Without discipline, success dash difficult to achieve. ഡിസിപ്ലിൻ ഇല്ലാതെ സക്സസ് അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എന്ന് നമുക്ക് നോക്കാം എന്താ അവർ പറയുന്നത് എന്നുള്ളത്. സി ബിക്കം, ബിക്കംസ്, ബിക്കമിങ്, ബിക്കെയിം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ആൻസറായി വരാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യം. 9, സക്സസ് ഡാഷ് ഡിഫിക്കൾട്ട് ടു അച്ചീവ്. സക്സസ് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ഉപയോഗിക്കും? വെർബാണ് ഉപയോഗിക്കും. നമ്മുടെ സബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. വിത്തൗട്ട് ഡിസിപ്ലിൻ സക്സസ് ആണല്ലോ. ബിക്കമുമായി ബന്ധപ്പെട്ട വെർബാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് കോൺകോഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബിക്കം, ബിക്കംസ്, ബിക്കമിങ്, ബിക്കെയിം എന്ന് പറയുന്ന പാറ്റേൺ. ഞാനിതായി സാധനം അടിക്കുവാണെങ്കിൽ ഞാൻ സ്പോട്ടിൽ തന്നെ ബിക്കെയിം അങ്ങ് വെട്ടിക്കളഞ്ഞു, ബിക്കം വെട്ടിക്കളഞ്ഞു, ബിക്കമിങ്ങും വെട്ടിക്കളഞ്ഞു. എല്ലാം എനിക്ക് വെട്ടിക്കളയാൻ പറ്റി. എന്താണ് പരിപാടി? എന്തുകൊണ്ടാണ് ബിക്കെയിം വെട്ടിക്കളഞ്ഞത് എന്നുള്ളത് ആദ്യം നോക്കാം. എന്തുകൊണ്ടാണ് ബിക്കെയിം വെട്ടിക്കളഞ്ഞത്? അതായത് ബിക്കെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. ബിക്കം, ബിക്കെയിം, ബിക്കം. ഗോ, വെന്റ്, ഗോൺ. വെന്റ് വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. പ്ലേഡ് വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. സ്റ്റഡി, സ്റ്റഡീഡ് വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. ഇവിടെ വെർബിന്റെ രണ്ടാമത്തെ ഫോം വരത്തില്ല എന്ന് പറയാനുള്ള കാരണം ബാക്കി തന്നിരിക്കുന്നതെല്ലാം പോസിറ്റീവായ വെർബിന്റെ ആദ്യത്തെ ഫോം ഉപയോഗിച്ചിരിക്കുന്ന പാറ്റേൺ ആണ്. അത് മാത്രമല്ല നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഫാക്റ്റിനെ കുറിച്ചാണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ചാണ്. യൂണിവേഴ്സൽ ട്രൂത്തുകൾ പറയാൻ വേണ്ടി അല്ലെങ്കിൽ ഫാക്റ്റുകളെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി അത് മാത്രമല്ല, ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. ക്ലോസ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സെന്റൻസുകൾ മൊത്തത്തിൽ വായിക്കണം. ഒരെണ്ണം മാത്രമായിട്ട് എഴുതാൻ പാടില്ല എന്നുള്ളത്. ഒരെണ്ണം മാത്രമായിട്ട് ഞാൻ എടുക്കുകയാണ്. സക്സസ് ഡാഷ് ഡിഫിക്കൾട്ട് ടു അച്ചീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ ചിലപ്പോൾ ബിക്കെയിം എഴുതാൻ തോന്നും. ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ബിക്കെയിം എഴുതാത്തതെന്ന് നോക്കുക. ഇവിടെ ക്ലോസ് ടെസ്റ്റിനകത്ത് ഒരു പാരഗ്രാഫിൽ ഡസ് നോട്ട് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. കണ്ടോ? ഡസ് നോട്ട് എന്ന് പറയുന്ന പാറ്റേൺ ഉപയോഗിച്ചു. ഓൾവേസ്, എല്ലായ്പ്പോഴും നടക്കുന്ന കാര്യം. സോ ഹാബിച്വൽ ആക്ഷൻ ആണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഡിസിപ്ലിൻ നോട്ട് ഓൺലി ഹെൽപ്സ്, സോ ഹെൽപ്സ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേണിനകത്ത് അല്ലെങ്കിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേണിനകത്ത് പിന്നെ എനിക്ക് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് സ്ട്രക്ചർ ഒരിക്കൽ ഗ്രാമാറ്റിക്കലി ഒരു സ്ട്രക്ചർ പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകത്തില്ല. സോ എന്താണ് ആ പാറ്റേൺ എന്ന് പറയുന്നത്? ആ പാറ്റേൺ എന്നൊക്കെ പറയുന്നത് ബിക്കെയിം എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. വെർബിന്റെ രണ്ടാമത്തെ ഫോമാണ് ബിക്കെയിം എന്ന് പറയുന്ന പാറ്റേൺ. ഇനി ബിക്കമിങ് ഒരു കാരണവശാലും വരില്ല. ഞാൻ വീണ്ടും വെട്ടിക്കളഞ്ഞ ഒരു സാധനമാണ് ബിക്കമിങ് എന്ന് പറയുന്ന പാറ്റേൺ. എന്തുകൊണ്ടാണ് ബിക്കമിങ് വെട്ടിക്കളഞ്ഞത് എന്ന് നോക്കുക.
വെർബിന്റെ ing ഫോം എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക. അതിന്റെ കൂടെ ഒന്നെങ്കിൽ ഈസ്, അല്ലെങ്കിൽ ആമ്, അല്ലെങ്കിൽ ആറ്, അല്ലെങ്കിൽ വാസ്, അല്ലെങ്കിൽ വേറ്, ഇങ്ങനെ ഈ പറയുന്ന കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ഈസ്, ആമ്, ആറ് എന്ന് പറയുന്ന കച്ചവടങ്ങൾ നടക്കേണ്ട സ്ഥലമാണ് എന്ത്? ഈസ് ബിക്കമിങ്, ആർ ബിക്കമിങ്, വാസ് ബിക്കമിങ്, വേർ ബിക്കമിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വെർബിന്റെ ing ഫോമിന്റെ കൂടെ ഈ പാറ്റേണുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി ബിക്കമും ബിക്കംസും തമ്മിലുള്ള പ്രത്യേകത, രണ്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ബിക്കം വെട്ടിക്കളഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിംഗുലർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സക്സസ് സിംഗുലർ ആയ സബ്ജക്റ്റ് ആണ്, എസ് ആണ് അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങളോട് തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു ക്ലോസ് ടെസ്റ്റ് ഒറ്റയ്ക്ക് ഉപയോഗിക്കരുത് എന്നുള്ളത്. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേറെയും ചേട്ടന്മാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ നോക്കുക, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സാധനം ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ? നോട്ട് ഓൺലി ഹെൽപ്സ് എന്ന് പറഞ്ഞാൽ എസ്സിൽ അവസാനിപ്പിച്ച വെർബാണ് ഉപയോഗിച്ചത്. കാരണം ഡിസിപ്ലിൻ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. കണ്ടോ? എസ് എന്ന് അത് തന്നെ എനിക്ക് ഇവിടെയും കിട്ടി. കണ്ടോ? അതായത് സക്സസ് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. സക്സസ് ബിക്കംസ് എന്ന് പറയുന്ന പാറ്റേൺ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. സിംഗുലർ ആയ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ബിക്കംസ് ആണ്. നമുക്ക് അവസാനത്തെ പാറ്റേണിലേക്ക് പോകാം. സോ ബിക്കംസ് ഡിഫിക്കൽട്ട് ടു achieve. Therefore, every student should try to make discipline a part of dash life. Every student should try to make discipline a part of life. രണ്ട് ഞാനുണ്ട്. ഒരു ഞാൻ എന്താണ്? ഗ്രാമർ നന്നായിട്ട് അറിയാവുന്ന ഞാൻ. ഒരു ഞാൻ ഗ്രാമർ ഒന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്ത് എനിക്ക് നല്ല ശീലമുണ്ട്. ഇതാണ് രണ്ടാമത്തെ ഞാൻ. ആദ്യത്തെ ഞാൻ എന്താണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് നോക്കിക്കോ. എവറി സ്റ്റുഡൻറ് ഷുഡ് ട്രൈ ടു മേക്ക് ഡിസിപ്ലിൻ എ പാർട്ട് ഓഫ് ഡാഷ് ലൈഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമുക്കുള്ള ഓപ്ഷൻസ് എന്താണ്? 4 ഓപ്ഷൻസ് ആണ് നമുക്ക് അവർ തന്നിരിക്കുന്നത്. ഹിസ്, ഹെർ, ദെയർ, അവർ ആണല്ലോ. ഇതിന്റെ ആൻസർ ഹിസ് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ആണല്ലോ, ഹിസ് ആണ് അവിടുത്തെ ആൻസർ. എവറി സ്റ്റുഡൻറ് എന്ന് പറയുന്ന പാറ്റേൺ, എവറി സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയ സബ്ജക്റ്റ് ആണ്. ഗ്രാമർ അറിയാവുന്ന ഞാൻ, നമ്മൾ ആദ്യമേ തുടങ്ങിയപ്പോഴേ പറഞ്ഞു എവറി എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോൾ തന്നിരിക്കുന്നതിനകത്ത് സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷനുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഹിസ്, ഹെർ, ഇത് രണ്ടും സിംഗുലർ ആണ്. ദെയർ എന്ന് പറഞ്ഞാൽ അവരുടെയാണ്, അത് ഉപയോഗിക്കത്തില്ല. കാരണം എവറി സ്റ്റുഡൻറ് സിംഗുലർ ആണ്. അവർ എന്ന് പറഞ്ഞാൽ നമ്മുടെയാണ്, അത് ഉപയോഗിക്കത്തില്ല. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ ഹിസ് ആണ്. അപ്പം നിങ്ങൾ വിചാരിക്കും സ്റ്റുഡൻറ് എന്താ പെങ്കൊച്ചായിക്കൂടെ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പെങ്കൊച്ചാണ് എന്ന് അവർക്ക് വേണമെങ്കിൽ എടുത്തു പറയാമായിരുന്നു. പറയാത്ത സ്ഥിതിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് മാസ്കുലിൻ ജെൻഡേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മളവിടെ ഹിസ് ഉപയോഗിച്ചത്. ഇത് ഗ്രാമർ അറിയാകുന്ന ഞാൻ. ഇനി ഗ്രാമർ അറിയാത്ത ക്വസ്റ്റ്യൻ ക്ലോസ് ടെസ്റ്റ് വായിച്ച ശീലമുള്ള ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ ആൻസർ ഹിസ് ആണ്. എങ്ങനെ എനിക്ക് മനസ്സിലായി? ഇതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ക്ലോസ് ടെസ്റ്റ് ഒരിക്കലും ഒരു സെന്റൻസിൽ മാത്രം നിങ്ങൾ എഴുതരുത് എന്നുള്ളത്. നിങ്ങൾ നോക്കുക, ഇത് വായിക്കുന്ന ഞാൻ എവറി സ്റ്റുഡൻറ് ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ആക്ഷൻ. കണ്ടോ? എനിക്ക് ആദ്യത്തെ സെന്റൻസിൽ തന്നെ ഈ ഷോർട്ട് കട്ട് അവിടെ കിട്ടി. ഈ സാധനമല്ലേ ഞാൻ അവിടെ അവസാനം കൊണ്ട് ചെയ്തേക്കുന്നത്. ആദ്യത്തെ സെന്റൻസിൽ കിട്ടി. ഞാൻ 10ാമത്തെ മാത്രം എടുത്ത് ചെയ്ത് കഴിഞ്ഞാലോ? ക്ലോസ് ടെസ്റ്റുകൾ ഒരിക്കൽ പോലും ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. സോ 10ാമത്തെ മാത്രമായിട്ട് എടുത്ത് ചെയ്യാൻ പറ്റില്ല. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ സാധനം കണക്ഷൻ കിട്ടും. ഇതുകൊണ്ടാണ് ക്ലോസ് ടെസ്റ്റ് പ്രാക്ടീസുകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞത്. അതായത് ഒരിക്കൽ പോലും ഒരു സെന്റൻസ് മാത്രമായി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ അറിയില്ലെങ്കിലും എങ്ങനെയാണ് തന്നിരിക്കുന്ന പാസേജിനകത്ത് നിന്ന് ഞാൻ ആൻസർ കണ്ടുപിടിച്ചത് എന്നുള്ള മെത്തേഡാണ് നിങ്ങൾ നോക്കിയത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. സോ ഡു പ്രാക്ടീസ് ദിസ് മെത്തേഡ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.